ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫോർത്ത് സെമസ്റ്റർ സ്പെക്ട്രത്തിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, അതായത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണ് ഈ ഒരു വീഡിയോ. പാർട്ട് 1 വീഡിയോ കാണാത്തൊരു നിർബന്ധമായിട്ടും അത് കാണുക. കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിയാണ് ഇതിൽ പറയാൻ പോകുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. ദെൻ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പീനിയൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് പറഞ്ഞാലാണ് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എൻ്റെ വീഡിയോസിന് എനിക്ക് ഇനി വരുത്താൻ പറ്റുള്ളൂ, ഇനിയുള്ള വീഡിയോസിന്. അപ്പോൾ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ലൈ ഡസ് നജാബ് ടെൽ ഖാലിഷ വെൻ ഹി വിസിറ്റ് ഹിസ് പ്ലേസ് അലോൺ? നജാബ് ഖാലിഷയുടെ സ്ഥലത്തേക്ക്, അയാളുടെ സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോയപ്പോൾ എന്ത് നുണയാണ് അദ്ദേഹത്തിനോട് പറയുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ലവ് അക്രോസ് ദ സോൾട്ട് ഡെസേർട്ട് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ ഹി സെഡ് ദാറ്റ് ഹി വെൻറ്റ് ദർ അൺഅനൗൺസ്ഡ് ടു ബൈ ക്ലോസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനെ പറയാതെ ചെന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനും നമ്മളുടെ പാഠഭാഗത്തിന് ശേഷം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഇല്ല. ഈ ഒരു 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെയാണ്. പാഠഭാഗത്തിൽ തന്നിട്ടുള്ള അതിന് ശേഷം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഇല്ല. കുറേയൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷെ എന്തായാലും നമുക്ക് അങ്ങനെ വരുള്ളൂ. അതായത് നമുക്ക് വരുന്നത് ടെസ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും കൂടുതൽ. ഇനി ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ കൊല്ലം വന്നില്ലേ എന്ന് കരുതിയിട്ട് ആരും ടെൻഷനൊന്നും ആവണ്ട. അപ്പോൾ ക്ലോസ് വാങ്ങാനാണ് അയാൾ അങ്ങോട്ട് അൺഅനൗൺസ്ഡ് ആയിട്ട് പോയത്, പറയാതെ ചെന്നത് എന്ന് അയാൾ പറഞ്ഞു. ഈ ഷോഡ് ദ ഗോൾഡ് ബ്രേസ്ലെറ്റ് ആൻഡ് സെഡ് ദാറ്റ് ഹി വിൽ പേ ഫോർ ദ ക്ലോസ് ഇൻ ഗോൾഡ്. അയാൾ തൻ്റെ കയ്യിലുള്ള ഒരു ഗോൾഡ് ബ്രേസ്ലെറ്റ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ക്ലോസ് വാങ്ങാമെന്ന്, ഗോൾഡ് തന്നിട്ടാണ് ക്ലോസ് വാങ്ങാൻ പോണതെന്ന് അയാൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് അഡ്വൈസ് ഡസ് മറിയം ഗീവ്സ് ടു അലസൻ പ്രസ്സിങ് ഹിസ് ഹാൻഡ്സ് ടു ഹെർ ചെസ്റ്റ്? മറിയം അലസൻ കുട്ടിയുടെ കൈകൾ എടുത്ത് അവളുടെ ചെസ്റ്റിൻ്റെ അവിടെ വെച്ചിട്ട് എന്തോ ഒരു അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ആ ഒരു അഡ്വൈസ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനും അങ്ങനെ അതിൽ ഇല്ലാത്ത ക്വസ്റ്റ്യനാണ്. ഷീ കൺവിൻസ്ഡ് ഹിം ദാറ്റ് ദ സ്ട്രേഞ്ചർ വാസ് സ്പീക്കിംഗ് ഫോർ ദെയർ ഗുഡ് ആൻഡ് ആസ്ക്ഡ് അലസൻകുട്ടി ടു ലിസൺ ടു ദ സ്ട്രേഞ്ചർ കെയർഫുള്ളി ടു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. ഇതൊക്കെ ഞാൻ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ആൻസറാണ് കേട്ടോ. അവൾ അലസൻകുട്ടീനോട് പറയുന്നത് ആ ഒരു സ്ട്രേഞ്ചർ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അലസൻകുട്ടീനോട് പറയുന്നുണ്ട് അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കാൻ, എന്നിട്ട് എല്ലാം മനസ്സിലാക്കി എടുക്കാനാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ വേഴ്സ്റ്റ് മ്യൂസിക് എവർ ഇൻവെൻറ്റഡ്? ഇത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യനാണ്. നേരത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മളുടെ ബിഗ് ഫിഷ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഈ ഒരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ വേഴ്സ്റ്റ് മ്യൂസിക് എവർ ഇൻവെൻറ്റഡ്, എന്താണ് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിൽ വെച്ച് ഏറ്റവും വേഴ്സ്റ്റ് മ്യൂസിക്കായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വാട്ട് വർക്ക് ഈസ് എന്നുള്ള പോമിൽ നിന്നാണ്. ഓക്കെ, ആൻസർ: വാഗ്നേഴ്സ് ഒപ്പറ മ്യൂസിക് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ വേഴ്സ്റ്റ് മ്യൂസിക് എവർ ഇൻവെൻറ്റഡ്. നമ്മുടെ വാഗ്നറുടെ ഒപ്പറ മ്യൂസിക്കിനെയാണ് വേഴ്സ്റ്റ് മ്യൂസിക്, ഏറ്റവും കൂടുതൽ വേഴ്സ്റ്റ് ആയിട്ടുള്ള മ്യൂസിക്കായിട്ട് പറയുന്നത്. റിച്ചാർഡ് വാഗ്നർ വാസ് എ ജർമ്മൻ കമ്പോസർ, ഡയറക്ടർ ആൻഡ് കണ്ടക്ടർ ഓഫ് ഒപ്പേറാസ്. റിച്ചാർഡ് വാഗ്നർ എന്ന് പറയുന്ന വ്യക്തി ഒരു ജർമ്മൻ കമ്പോസറാണ്. കമ്പോസർ എന്ന് പറയുമ്പോൾ സോങ്ങൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്കാണ് സോങ് കമ്പോസർ എന്ന് പറയാം. അപ്പോൾ ഒപ്പേറ എന്ന് പറഞ്ഞാലും ഒരു തരത്തിൽ സോങ്ങും ഡ്രാമ പോലൊക്കെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ഒപ്പേറ കമ്പോസറാണ്, അതുപോലെ തന്നെ ഒപ്പേറാസിൻ്റെ ഡയറക്ടറാണ്, അതിൻ്റെ കണ്ടക്ടർ ഓഫ് ഒപ്പേറാസ് നടത്തുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വൈ ഡിഡ് ദ നരേറ്റർ എക്സ്പ്ലെയിൻ ദ ഗെയിം ടു ദ വൈറ്റ് മാൻ? എന്തുകൊണ്ടാണ് നരേറ്റർ ആ ഒരു വെളുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ആളോട് ആ ഒരു ഗെയിം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത്? അത് ജമൈക്കൻ ഫ്രാഗ്മെൻറ്റ് എന്നുള്ള പാഠഭാഗത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ആൻസർ: ദ നരേറ്റർ എക്സ്പ്ലെയിൻഡ് ദ ഗെയിം ടു ദ വൈറ്റ് മാൻ ബിക്കോസ് ഹി തോട്ട് ദാറ്റ് ദ നരേറ്റർ മൈറ്റ് ഹാവ് കൺക്ലൂഡഡ് ദാറ്റ് ദ ബ്ലാക്ക് വുഡ് ബിക്കം സുപ്പീരിയർ ടു ദ വൈറ്റ് ആൻഡ് ദേ വുഡ് റൂൾ ഓവർ ദ വേൾഡ് ബൈ സീയിങ് ദ വൈറ്റ് ബോയ് ഒബേയിങ് ദ ബ്ലാക്ക് ബോയ് വിത്തൗട്ട് എനി റെസിസ്റ്റൻസ്. അങ്ങനെ പറയാനുള്ള കാരണം, എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വെളുത്ത വർഗ്ഗക്കാരൻ ചിലപ്പം ഒരു പക്ഷേ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും, ഈ കുട്ടികൾ വൈറ്റ് ആയിട്ടുള്ള ആ ഒരു കുട്ടി ബ്ലാക്ക് ആയിട്ടുള്ള കുട്ടി പറയുന്നത് കേട്ടിട്ട് അയാളുടെ ആ കുട്ടിയുടെ പിന്നാലെ ഇങ്ങനെ ഒബേ ചെയ്യുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഒരു പക്ഷേ ആ ഒരു വെളുത്ത വർഗ്ഗക്കാരൻ വിചാരിച്ചിട്ടുണ്ടാവും ബ്ലാക്ക് ആയിട്ടുള്ള ആളുകൾ ഇനി ഭാവിയിൽ വൈറ്റുകാരെ സുപ്പീരിയർ ആയിട്ട് റൂൾ ചെയ്യും, അവരുടെ മേലെ അവരെക്കാൾ വലുതായിട്ട് കുറച്ച് സുപ്പീരിയർ ആയിട്ടുള്ള ആളുകളാണ് തങ്ങളെന്ന് വിചാരിച്ചിട്ട് അവരെ റൂൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ്
പിന്നെ അവരായിരിക്കും ഈ ഒരു ലോകം മുഴുവൻ ഭരിക്കുക എന്നൊക്കെ അയാൾ വിചാരിച്ചിട്ടുണ്ടാവും. ഈ ഒരു വെളുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള കുട്ടി, വെളുത്ത വർഗ്ഗമല്ല, വെളുത്ത നിറത്തിലുള്ള കുട്ടി, കറുത്ത നിറത്തിലുള്ള ഒരു കുട്ടി പറയുന്നത് ഒരു റെസിസ്റ്റൻസും ഇല്ലാതെ അനുസരിക്കുന്നത് കാണുമ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും എന്ന് നെരേറ്റർ കരുതി. അതായത് ആ വെള്ളക്കാരൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും എന്ന് നെരേറ്റർ കരുതി. അപ്പോൾ അതുകൊണ്ട് നെരേറ്റർ പോയിട്ട് ആ വെള്ളക്കാരനോട് ആ ഒരു ഗെയിം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് നമ്മളുടെ ആ ഒരു പാഠഭാഗത്തിൽ ഓദർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ 2 കുട്ടികൾ ഫസ്റ്റ് ദിവസം കാണുന്നത് വെളുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള കുട്ടി പറയണതൊക്കെ കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള കുട്ടി അനുസരിക്കുന്നതാണ്. അപ്പോൾ ഓദർ വിചാരിക്കും ഇവിടെ കുട്ടികളുടെ ഇടയിൽ വരെ ഈ ഒരു വൈറ്റ്സ് ബ്ലാക്ക്സ് എന്നുള്ള ഒരു ഇത് വന്നു എന്ന്. നെക്സ്റ്റ് ഡേ ഓദർ വീണ്ടും പോയി നോക്കുമ്പോൾ കാണുന്നത് കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള കുട്ടീനെ അനുസരിക്കുന്നതാണ്, വെളുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ഒരു കുട്ടി. അപ്പോഴാണ് ഓദർക്ക് മനസ്സിലാവുക അതൊരു ഗെയിമാണ്, താനും ചെറുപ്പത്തിൽ കളിച്ചിരുന്ന പോലത്തെ ഒരു ഗെയിമാണ്. അപ്പോൾ ഈ സമയത്ത് അവിടെ രണ്ടാമത്തെ ദിവസം അവിടെ വേറൊരു വെള്ളക്കാരനായിട്ടുള്ള ആൾ ഈ ഒരു കാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ അയാൾ ഇത് കാണുമ്പോൾ താൻ വിചാരിച്ച് അതുപോലെ ചിന്തിച്ചിട്ടുണ്ടാവും. ഇനി അങ്ങനെ ചിന്തിക്കണ്ട എന്ന് കരുതിയിട്ട് ഓദർ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ടോട്ട് മലാല ദ ഫിലോസഫി ഓഫ് നോൺ വയലൻസ്? മലാലക്ക് നോൺ വയലൻസിൻ്റെ ഫിലോസഫി പഠിപ്പിച്ചു കൊടുത്തത് ആരാണെന്ന്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. Gandhiji, Bachchan and Mother Teresa were the persons who taught Malala the philosophy of non-violence. Then Bachchan is Abdul Ghaffar Khan, who was the famous Pashtun independence activist who fought against the British Raj. അപ്പോൾ ഗാന്ധിജി, ബച്ചാഗാൻ, മദർ തെരേസ ഇവരൊക്കെയാണ് മലാല യൂസഫ്സായിക്ക് ഒരു ഫിലോസഫി ഓഫ് നോൺ വയലൻസ്, അഹിംസ, അത് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ബച്ചാഗാൻ എന്നുള്ള വ്യക്തിനെ ഇവിടെ സ്പെഷ്യലായിട്ട് എടുത്ത് പറയാനുള്ള കാരണം ആ ഒരു നെയിം അധികം ആയിരിക്കും ചിലപ്പോൾ ഫേമസ് ആയിരിക്കില്ല. അത് അവരുടെ കൺട്രിയിൽ മാത്രം പറയുന്ന ഒരു നെയിമാണ് ബച്ചാഗാൻ എന്നുള്ള ഒരു വിളിപ്പേര്. ഗാന്ധിജി, മദർ തെരേസയൊക്കെ പിന്നെ നമുക്കറിയാം. അപ്പോൾ ബച്ചാഗാൻ എന്ന് പറയുന്നത് അബ്ദുൽ ഗാഫർ ഖാനാണ്. അദ്ദേഹം എന്ന് പറയുന്നത് പഷ്തൂൺ ഇൻഡിപെൻഡൻസിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ പോയിറ്റ് ടെൽസ് ദാറ്റ് എനിമൽസ് നീഡ് കെയറിങ്? ഈ ഒരു ക്വസ്റ്റ്യന് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കെയറിങ് ഫോർ എനിമൽസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് പോയറ്റ് എനിമൽസിനും ഒരു കെയറിങ് വേണം എന്ന് പറയുന്നത്? നെക്സ്റ്റ് ആൻസർ, ദ പോയറ്റ് ടെൽസ് ദാറ്റ് എനിമൽസ് നീഡ് കെയറിങ് ബിക്കോസ് ദേ ആർ അവർ ഗോസ്റ്റ്. അവർ നമ്മളുടെ ഗോസ്റ്റുകളാണ്, അതുകൊണ്ടാണ് അവർക്ക് കെയറിങ് വേണ്ടത് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഗോസ്റ്റ് പ്രേതം എന്നുള്ള അർത്ഥമല്ല, നമ്മളുടെ നിഴൽ, ആ ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ദേ ഓൾസോ നീഡ് കെയർ ആൻഡ് അറ്റൻഷൻ ആസ് വി നീഡ് ദം. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം ശ്രദ്ധ കൊടുക്കണം അതുപോലെ തന്നെ മനുഷ്യന്മാർക്ക് എത്ര ശ്രദ്ധ കൊടുക്കുന്നോ അത്ര തന്നെ അവർക്കും കൊടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ഓതേഴ്സ് ഫാദർ ഫീൽ എക്സ്ക്ലൂഡഡ് ഫ്രം ദ വേൾഡ് ഓഫ് ഇമ്മാനുവൽ ആൻഡ് ഹെർ മദർ? എന്തുകൊണ്ടാണ് ഓതറുടെ ഫാദർക്ക് അവരുടെ അമ്മയുടെയും ലോകത്തിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കപ്പെട്ടതായിട്ട് ഫീൽ ആവുന്നുണ്ട് എന്ന് പറയുന്നത്? ഓതറിൻ്റെ ഫാദറിന് അവരുടെ അമ്മയുടെയും ലോകത്ത് നിന്ന് അദ്ദേഹം ഒഴിവാക്കപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ, ഹെർ മദർ സാറ്റ് വിത്ത് ഹെർ ഡ്യൂറിങ് ദ തെറാപ്പി സെഷൻസ് ആൻഡ് ഷീ ലേൺ ടു ടോക്ക് വിത്ത് ഹെർ. അപ്പോൾ ഈ ഒരു ഓതറിന് ചെവി കേൾക്കില്ലായിരുന്നു. അപ്പോൾ അമ്മ അവരുടെ കൂടെ ആ ഒരു തെറാപ്പി സെക്ഷനിൽ അവളുടെ കൂടെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളായിട്ട് എങ്ങനെ സംസാരിക്കണമെന്ന് അമ്മ പഠിച്ചെടുത്തു. സോ ദേ യൂസ് ടു ടോക്ക് ബട്ട് ദ ഫാദർ കുഡിൻ ടോക്ക് വിത്ത് ഹെർ. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം സംസാരിക്കുമായിരുന്നു, പക്ഷെ ഫാദറിന് അവളായിട്ട് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. ബിക്കോസ് അദ്ദേഹം നല്ല ലേറ്റ് ആയിട്ടായിരിക്കും എത്തുന്നുണ്ടാവുക വർക്കിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ട്. സോ ഹി ഫെൽറ്റ് എക്സ്ക്ലൂഡഡ് ഫ്രം ഹെർ ആൻഡ് ഹെർ മദേഴ്സ് വേൾഡ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവളുടെയും അവളുടെ അമ്മയുടെ ലോകത്തിൽ നിന്നും അദ്ദേഹത്തിന് ഒരു ഒഴിവാക്കപ്പെട്ടതായിട്ട്, എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടതായിട്ട് തോന്നി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് അമാൻഡ മിക്കാല പൗലോ ഡിഫൈൻ എ ഹീറോ? ഇത് വന്നിട്ടുള്ളത് നമ്മുടെ ഡിവൈഡഡ് ടൈംസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. അമാൻഡ മിക്കാല പൗലോ എങ്ങനെയാണ് ഒരു ഹീറോയിനെ ഡിഫൈൻ ചെയ്യുന്നത്, ഹീറോ എങ്ങനെ ആവണമെന്നാണ് അവർ പറയുന്നത്. ഷീ ഡിഫൈൻസ് എ ഹീറോ ബൈ ദ ഡിഫറൻസ് ഹീ ഷോഡ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്നും ആ ഒരു ഹീറോ, ഒരു ക്യാരക്ടർ കാണിക്കുന്ന വ്യത്യാസം, അതിൽ കൂടെയാണ് അവരൊരു ഹീറോനെ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു ഹീറോ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിരിക്കും അയാളുടെ ക്യാരക്ടർ. ഡിഫറൻസ് ഈസ് എ സൈൻ ഓഫ് കറേജ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ധീരതയുടെ സിമ്പലാണ്, സൈനാണ്. എ ഹീറോ ചൂസസ് ഹൂ ഹി വാണ്ട്സ് ടു ബി. ഒരു ഹീറോ അയാൾ ആരാവണമെന്ന് തീരുമാനിക്കുന്നത് അയാളാണ്. ഹീ ക്യാൻ ബി എ വാണ്ടറർ ലൈക്ക് ഒഡീസിയസിനെ പോലെ ഒരു വാണ്ടറർ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളാവാം. എ പേഴ്സൺ ഹൂ സീസ് ഗോസ്റ്റ് ലൈക്ക് ഹാംലെറ്റിനെ പോലെ പ്രേതത്തിനെ കാണുന്ന ഒരാളാവാം.
എ മാഡ് ക്യാപ് അഡ്വഞ്ചർ ലൈക്ക് ഡോൺ കിക്സോട്ട്. ഡോൺ കിക്സോട്ടിനെ പോലെ ഒരു ഭ്രാന്തനായിട്ടുള്ളൊരു അഡ്വഞ്ചറായിട്ട് മാറാം. അതുപോലെ തന്നെ എ പാഷനേറ്റ് ലവർ ലൈക്ക് വെറുതറിനെ പോലെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ലവർ ആവാം. അപ്പോൾ അയാൾ ആരാവണം എന്ന് തീരുമാനിക്കുന്നത് അയാൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ ഒരു ഹീറോനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് അലക്സ് പുന്നൂസ് കമ്പയർ കേരള ടു കോമാല? ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. നേരത്തെ നമ്മൾ വാട്ട് അഡ്വൈസ് ഡസ് മറിയം ഗീവ്സ് ടു അലസൻ പ്രസ്സിങ് ഹിസ് ഹാൻഡ്സ് ടു ഹെർ ചെസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ല. ആ ഒരു ക്വസ്റ്റ്യൻ വരെയാണ് 2020 ക്വസ്റ്റ്യൻ പേപ്പർ. അതിനുശേഷം വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് വേഴ്സ്റ്റ് മ്യൂസിക് എവർ ഇൻവെൻറ്റഡ് അത് മുതലുള്ളത് 2019 ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. ഇനി ഞാൻ പറഞ്ഞത് മാറിയിക്കണമെന്ന് എനിക്കറിയില്ല, കാരണം ഞാനതിങ്ങനെ നോട്ടിൽ ഫുള്ളായിട്ട് ഇങ്ങനെ എഴുതിയെടുത്തേക്കാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ വൈ ഡിഡ് അലക്സ് പുന്നൂസ് കമ്പയർ കേരള ടു കോമാല? എന്തുകൊണ്ടാണ് അലക്സ് പുന്നൂസ് കേരളത്തിനെ കോമാലയുമായിട്ട് കമ്പയർ ചെയ്തത് എന്ന്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കോമാല എന്നുള്ള സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ ആൻസർ, അലക്സ് പുന്നൂസ് കമ്പയർ കേരള ടു കോമാല ബിക്കോസ് കേരള ഹാസ് ദ ഹയസ്റ്റ് റേറ്റ് ഓഫ് സൂയിസൈഡ് ഇൻ ദ കൺട്രി. അതിനുള്ള റീസൺ, ഈ ഒരു രാജ്യത്തിൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ആയിട്ടുള്ള സൂയിസൈഡ് റേറ്റ് ഉള്ളത് കേരളത്തിനാണ്. 11,300 പീപ്പിൾ കമ്മിറ്റഡ് സൂയിസൈഡ് ഇൻ 2004. 2004 മാത്രമായിട്ട് 11,300 ആളുകളാണ് സൂയിസൈഡ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഈവൻ സ്കൂൾ ചിൽഡ്രൻ ഹിയർ തിങ്കിങ് ഓഫ് കമ്മിറ്റിംഗ് സൂയിസൈഡ്. നമ്മുടെ ഇവിടെയുള്ള സ്കൂൾ കുട്ടികൾ പോലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇഫ് സൂയിസൈഡ് ഗോ ഓൺ ലൈക്ക് ദിസ് ബൈ ദ നെക്സ്റ്റ് ഡിക്കേഡ് കേരള വിൽ ബി എ സ്റ്റേറ്റ് ഓഫ് ദ ഡെഡ്. ഈ ഒരു കണക്ക് പോലെ തന്നെ ഇനിയും സൂയിസൈഡ് റേറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത ഒരു നെക്സ്റ്റ് ഡീക്കേഡിൽ കേരള എന്ന് പറയുന്നത് ഒരു ഡെഡായിട്ടുള്ള ആളുകളുടെ സ്റ്റേറ്റ് ആയിട്ട് മാറും. ഇറ്റ് വിൽ ബി ദെൻ ലൈക്ക് കോമാല ഇൻ ദ നോവൽ പെഡ്രോ പരാമോ ബൈ യുവാൻ റുവാൽഫോ. അപ്പോൾ ആ ഒരു കേരളം എന്ന് പറഞ്ഞ അത്തരത്തിലൊരു കേരളം എന്ന് പറഞ്ഞാൽ പെഡ്രോ പരാമോ എന്ന് പറയുന്ന യുവാൻ റുവാൽഫോൻ്റെ നോവലിലെ കോമാല എന്ന് പറയുന്ന സ്ഥലം പോലെയായിട്ട് മാറും. കോമാല ഈസ് ലൈക്ക് എ ഗോസ്റ്റ് ടൗൺ വെർ പീപ്പിൾ ആർ മെൻ്റലി ആൻഡ് സ്പിരിച്വലി ഡെഡ് ഈവൻ ദോ ദേ ആർ ഫിസിക്കലി അലൈവ്. അപ്പോൾ കോമാല എന്ന് പറയുന്ന ടൗണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗോസ്റ്റ് ടൗൺ ആണ്. അവിടുത്തെ ആളുകൾ മെൻ്റലി സ്പിരിച്വലി തകർന്നു നിൽക്കണം. അതുകൊണ്ട് തന്നെ അവർ മെൻ്റലിയും സ്പിരിച്വലിയും അവർ മരിച്ച പോലെയാണ്. പക്ഷെ അവരെന്താണ്, ഫിസിക്കലി അലൈവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് അക്കോർഡിംഗ് ടു ദ വിസിറ്റർ ക്യാൻ മേക്ക് അലസൻകുട്ടി റിച്ചർ? എന്താണ് വിസിറ്ററിൻ്റെ അഭിപ്രായത്തിൽ എന്ത് കാര്യം ചെയ്താലാണ് അലസൻകുട്ടി ഒന്നുകൂടി റിച്ചറായിട്ട് മാറുക? ആൻസർ, അലസൻകുട്ടി ക്യാൻ ബിക്കം റിച്ചർ ബൈ ഗ്രോയിങ് ഫിഷ് ഇൻ ഈസ് പോണ്ട് ആൻഡ് സെല്ലിങ് ഇറ്റ്. അലസൻകുട്ടിക്ക് റിച്ചറായിട്ട് മാറാൻ പറ്റുക അയാളുടെ പോണ്ടിൽ ഫിഷിനെ വളർത്തിയിട്ട് അതിനെ വിൽക്കുമ്പോഴാണ്. ഫോർ ദാറ്റ് ഹീ ഷുഡ് ജോയിൻ ദി ഫിഷ് ഫാം കളക്റ്റീവ് ആസ് മെനി അതേഴ്സ് ലൈക്ക് ഹിം ഹാവ് ഡൺ. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഫിഷ് ഫാം കളക്റ്റീവ് എന്ന് പറയുമ്പോൾ ഫിഷ് ഫാമേഴ്സിൻ്റെ കൂട്ടം, അതിൽ അയാൾ ജോലി ചെയ്യണം, അതിൽ ജോയിൻ ചെയ്യണം. കാരണം അയാളുടെ പോലെ തന്നെ മറ്റു പലരും അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫിഷ് ഫാമിംഗ് ഡസ് നോട്ട് കോസ്റ്റ് ഹിം മച്ച് ബട്ട് ഹീ വിൽ മേക്ക് ഹ്യൂജ് പ്രോഫിറ്റ്സ്. അപ്പോൾ ഒരു ഫിഷ് ഫാം ചെയ്യാൻ വേണ്ടി അയാൾക്ക് വലിയ ചിലവൊന്നുമില്ല, പക്ഷേ അയാൾക്ക് അതിൽ നിന്ന് ഒരുപാട് വലിയ ഒരു ഹ്യൂജ് പ്രോഫിറ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഫൈനലി ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ദ 13th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മെൻ ബൈ ഉണ്ണിയാർച്ച ഓഫ് ദ സബ് സോയിൽ? ഉണ്ണിയാർച്ച ഓഫ് ദ സബ് സോയിൽ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മുടെ ടെർമറിക് എന്നുള്ള പാഠത്തിൽ നിന്നാണ്. ഉണ്ണിയാർച്ച ഓഫ് ദ സബ് സോയിൽ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ നോക്കാം. ഉണ്ണിയാർച്ച വാസ് എ കറേജിയസ് ആൻഡ് ബ്യൂട്ടിഫുൾ വാർ ഹീറോയിൻ ഓഫ് നോർത്ത് കേരളാസ് ബാലഡ്സ്. കേരള ബാലഡ്സ് നമ്മളെ മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ വടക്കൻ വീരഗാഥയിൽ അതിലൊരു ബ്യൂട്ടിഫുൾ ആൻഡ് കറേജസ് ധീരവതിയായിട്ടുള്ള ഒരു ഹീറോയിനാണ്, ഒരു നായികയാണ് ഉണ്ണിയാർച്ച, വടക്കൻ വീരഗാഥയിലെ ഉണ്ണിയാർച്ച. ഹിയർ ഇറ്റ് മീൻസ് ടെർമറിക് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് അഡ്മയർഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു ദ പീപ്പിൾ ഹൂ യൂസ്ഡ് ഇറ്റ്. അപ്പോൾ ഇവിടെ ഉണ്ണിയാർച്ചയെ പോലെയാണ്, ഉണ്ണിയാർച്ചയാണ് ടെർമറിക് എന്ന് പറയാനുള്ള കാരണം, ഒരു ടെർമറിക് എന്ന് പറഞ്ഞാൽ അത്രയും ഉണ്ണിയാർച്ചനെ പോലെ തന്നെ മോസ്റ്റ് അഡ്മയർഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു ദ പീപ്പിൾ ഹൂ യൂസ്ഡ് ഇറ്റ്. അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത്രയും അഡ്മയറിങ്ങും ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ മഞ്ഞൾ. ദ അഡ്ജക്റ്റീവ് അണ്ടർസ്കോർസ് ദ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഇമ്പോർട്ടൻസ് ഓഫ് ടെർമറിക്. അപ്പോൾ ഈ ഒരു അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിയാർച്ച ഓഫ് ദ സബ് സോയിൽ എന്ന് പറയുന്ന ആ ഒരു അഡ്ജക്റ്റീവ് അതിൻ്റെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഇമ്പോർട്ടൻസ്, മഞ്ഞളിൻ്റെ ഒരു കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഇമ്പോർട്ടൻസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ
ടോട്ടൽ എല്ലാ ഒരു ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഒന്ന് പഠിച്ചിട്ട് തന്നെ പോവുക. ഈ ഒരു 2 വീഡിയോസിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോവുക. ദെൻ നമ്മുടെ ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റർ വൈസ് ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിച്ചു പോവുക കേട്ടോ. അങ്ങനെ വേണം നിങ്ങൾ പഠിച്ചിട്ട് പോകാൻ. പിന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും എസ് എ ക്വസ്റ്റ്യൻസും ഞാൻ ഉൾപ്പെടുത്താതിരിക്കാനുള്ള റീസൺ നിങ്ങൾക്കറിയാം, ഓൾറെഡി ടൈം നമുക്ക് വളരെയധികം കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്താതിരുന്നത്. അത് ഇനി എഴുതി ഉണ്ടാക്കാൻ ഒരുപാട് ടൈം എടുക്കും. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈന് അത് ഏത് പാഠത്തിൽ നിന്ന് എടുത്തതാണെന്നും അതിൻ്റെ ഓതർ ആരാണെന്നും നിർബന്ധമായിട്ടും എഴുതണം. ദെൻ അതിനുശേഷം എഴുതേണ്ടത് ഫുള്ള് ആ ഒരു ക്വസ്റ്റ്യനിൽ എന്താണോ പറയുന്നത് അതിൻ്റെ ആൻസറാണ്, അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എഴുതി വെക്കരുത്. ദെൻ അതിനുശേഷം എസ് എ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് നിർബന്ധമായിട്ടും ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒരു 3-4 വരി ആ ഒരു പാഠത്തിൻ്റെ പേരും ഏത് പാഠത്തിൽ നിന്നാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പാഠത്തിൻ്റെ പേര്, ദെൻ അത് ആരാണ് എഴുതിയത്, ദെൻ ആ പാഠത്തിൻ്റെ ഒരു തീം ഉണ്ടായിരിക്കും. ആ ഒരു തീം ഞാൻ പറഞ്ഞു ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. തീം എന്താണെന്ന് പറഞ്ഞു വളരെ ബ്രീഫായിട്ട് 1-2 ലൈനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു തീമും നിങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതണം. ദെൻ അതിനുശേഷം സെക്കൻഡ് പാരഗ്രാഫായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഒരു ഷോർട്ടായിട്ട് സെക്കൻഡ് പാരഗ്രാഫിൽ ഉൾക്കൊള്ളിക്കുന്ന വിധത്തിൽ ആ ഒരു പാഠഭാഗത്തിൻ്റെ ടോട്ടൽ സമ്മറി എഴുതി വെക്കുക. ദെൻ അതിനുശേഷം വരുന്ന 2 പാരഗ്രാഫായിട്ട് തരം തിരിച്ചിട്ട് തന്നെ വേണം നമ്മൾ എസ് എ ക്വസ്റ്റ്യന് എഴുതാനായിട്ട്. അപ്പോൾ 2 പാരഗ്രാഫിൽ അതിനുശേഷം വരുന്ന 2 പാരഗ്രാഫ് 3 പാരഗ്രാഫൊക്കെ ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക. അങ്ങനെയാണ് എഴുതേണ്ടത്. പിന്നെ ഫസ്റ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് 15 ക്വസ്റ്റ്യൻ വരിക. അതിന് നിങ്ങൾ എഴുതുമ്പോൾ നിർബന്ധമായിട്ടും ഒരു 3 to 4 ലൈൻസ് 3 ലൈൻസ് മിനിമം എഴുതണം. പക്ഷേ 3 ലൈൻസ് ഒന്നും എഴുതിയാൽ പോരാ. പിന്നെ ചില ക്വസ്റ്റ്യൻസിന് അത്രയ്ക്ക് തന്നെ ആൻസർ വരുള്ളൂ. അത്തരത്തിലുള്ളതാണെങ്കിൽ അത്ര തന്നെ എഴുതിയാലും മതി. പക്ഷേ ഒരു 3 to 4 ലൈൻസ് എഴുതണം. അതുപോലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു 3/4 പേജ് വരെയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു 1/2 പേജെങ്കിലും നിങ്ങൾ എഴുതുക. അതിൽ കൂടുതൽ ശരിക്കും സത്യം പറഞ്ഞാൽ 3/4 മുതൽ 1 പേജ് വരെയാണ് കണക്ക്. പക്ഷെ നമ്മൾ എഴുതിയ ഒരു കാര്യത്തിൽ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മാർക്ക് കിട്ടും. പിന്നെ നമുക്ക് പറയുന്നത് എസ് എ ക്വസ്റ്റ്യൻസ് ആണ്. എസ് എ ക്വസ്റ്റ്യൻസ് മിനിമം ഒരു 1.5 പേജെങ്കിലും നിങ്ങൾ എഴുതാം. മിനിമം കണക്കാണ് 1.5 പേജ്. ഞാൻ അത്രയും പറ്റിയില്ലെങ്കിൽ 1 പേജെങ്കിലും എഴുതി വെക്കണം. 1.5 പേജ് എഴുതിയാൽ തന്നെ നമ്മൾ എഴുതിയതിൽ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 2 പേജ് 2.25 പേജാണ്. പക്ഷേ അതൊന്നും കുഴപ്പമില്ല. നമ്മൾ എഴുതിയിൽ അത്യാവശ്യം നല്ല കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഫുൾ മാർക്ക് വരെ 1.5 പേജ് എഴുതിയാൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലെ പാഠഭാഗത്തിൽ നിന്നുള്ള വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ അതിൽ ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞ കുറേ ടേംസുകൾ ഉണ്ടായിരിക്കും. ആ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് ടെക്സ്റ്റിൽ നിന്നുള്ള വാക്കുകൾ തന്നെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട് ശ്രമിക്കുക. പക്ഷെ നമുക്ക് ടെക്സ്റ്റിലുള്ള തന്നിട്ടുള്ള അതേ ഒരു വാക്കുകളുടെ വേറെ ചില വേർഡ്സ് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആ ഒരു വേർഡാണ് യൂസ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിലുള്ള അതേ ഒരു ടേമുകൾ യൂസ് ചെയ്തിട്ട് തന്നെ എഴുതാം കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻസ് പറയാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കണോ ഇല്ലേ എന്നൊക്കെ എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതുപോലെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.